അതേസമയം മങ്കടയിൽ മികച്ച ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് പറയുന്നു UDF സ്ഥാനാർത്ഥി മഞ്ഞളാം കുഴിയലി. ലീഗ് വിമതനെ പിന്തുണച്ചത് CPM ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. CPM പ്രവർത്തകർ ഇക്കാരണത്താൽ വോട്ട് ചെയ്യാതിരിക്കുകയോ മാറ്റി വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. 5ാം മന്ത്രി വിവാദം വ്യക്തിപരമായി ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പാർട്ടിക്കും ജനങ്ങൾക്കും ഗുണം ഉള്ളവരെയാകും നേതൃത്വം മന്ത്രിയായി പ്രഖ്യാപിക്കുക. മാനദണ്ഡങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും മഞ്ഞളാം കുഴിയലി ന്യൂസ് 18നോട് പറഞ്ഞു. മങ്കടയിലെ MLA-യും UDF സ്ഥാനാർത്ഥിയുമായിരുന്ന മഞ്ഞളാം കുഴിയലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി കണക്കൂട്ടലിൻ്റെ ദിവസങ്ങളാണല്ലോ. ഒരുപാട് സമയമുള്ളത് കൊണ്ട് കൂട്ടിയും കുറച്ചൊക്കെ പല വിലയിരുത്തലും വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലെ പ്രതീക്ഷകളൊക്കെ? അല്ല, ഞങ്ങൾ മണ്ഡലത്തിൽ യാതൊരു വിധ ടെൻഷനും ഇല്ല. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ അനുസരിച്ച് ഞങ്ങൾ നല്ല ഗംഭീരമായിട്ടുള്ളൊരു വിജയം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബൂത്തിലെ കണക്കുകളൊക്കെ എത്രമാത്രം ആണ്? അത് ഞാനിപ്പോൾ അറിയില്ല, ഒക്കെ പെട്ടിയിലായതല്ലേ. ഞങ്ങളെ കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ചെറിയ രീതിയിലാണ് അവർ തന്നിട്ടുള്ളതെന്നാണ്, കുറച്ചാണ് തന്നിട്ടുള്ളത്. പക്ഷേ നല്ല വിജയം ഉണ്ടാകുന്നതന്നെ എല്ലാവരും പറയുന്നു. ഒരു തരത്തിലുള്ള ഒരു തകരാറുകളും എവിടെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുകളിലേക്ക് പറയുന്നുണ്ട്. ഉണ്ടാവും അതിനേക്കാളൊക്കെ വളരെ മുകളിലാണ്. ഇതവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലീഗിലെ ഒരാൾ മറുവശത്ത് പോയി സ്ഥാനാർത്ഥിയാവുമല്ലോ. ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ടാണ് മത്സരത്തിനിറങ്ങിയത്. അങ്ങ് ആ ഘട്ടത്തിലൊക്കെ വളരെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഒരു തരത്തിലും മറ്റു രീതിയിലൊന്നും പറയാതെ. പക്ഷെ എന്ത് തോന്നിയിരുന്നു അങ്ങനെ ഒരു നീക്കത്തെ പറ്റി? അത് CPM ചെയ്ത ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ആ CPM എന്ന പാർട്ടി നശിക്കാൻ പാടില്ല, നല്ല നിലയിൽ തന്നെ ഒരു പ്രതിപക്ഷത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പ്രതിപക്ഷത്തെ പാർട്ടി ഇല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആൾക്കാരും മറ്റുള്ള പാർട്ടികളിലേക്കാണ് പോവുക. അപ്പോൾ തീവ്രവാദം വല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ CPM ചെയ്തൊരു വലിയ വിഡ്ഢിത്തരാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അവരുടെ സെക്രട്ടറി ഒരു സ്ഥാനാർത്ഥിയെ പരസ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പിൻവലിക്കുക, വേറൊരാൾക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ തകരാറുള്ളൊരു കാര്യമാണ്. ഒരിക്കലും സംഭവിക്കാത്തൊരു സംഗതിയാണ്. എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്കൊന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പരിപാടികളും അവിടെ സംഭവിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ടില്ല. പക്ഷേ അണികളത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. CPM-ൻ്റെ അണികൾ കുറേ ആൾക്കാർ ഒന്നുകിൽ വോട്ടിന് പോയിട്ടില്ല, അല്ലെങ്കിൽ വോട്ടിന് പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് ആർക്കൊക്കെയാണെന്ന് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാം വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ ആൾക്കാർ പോയിട്ടില്ല, കുറേ ആൾക്കാർ വളരെ നിരാശരാണ്. അപ്പോൾ വേറെ ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SDP-യുടെ പിന്തുണ LDF-നാകുമോ? എങ്ങനെയാണ്? പലതവണ അവർ പിന്തുണച്ചിട്ടുണ്ട്. ഉണ്ട്. SDP-യുടെ പിന്തുണ 100% LDF-ന് തന്നെയാണ്. അവർ വളരെ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ SDP-യിലുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ ആ ഇതിനോട് നയത്തിനോട് എതിരിലുള്ള ആൾക്കാർ ചിലപ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് അതിൻ്റെ നോട്ടേക്ക് ഉണ്ടാവാം. എനിക്കറിയില്ല കൃത്യമായിട്ട്. എല്ലാ വോട്ടുകളൊന്നും ഒരു മുകളിലിരുന്ന കുറച്ച് ആൾക്കാർ പറയുന്നത് കൊണ്ട് അങ്ങനെ കിട്ടിക്കൊള്ളൊന്നുമില്ല. പക്ഷേ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞത് SDP-യുടെ വോട്ട് LDF-ന് തന്നെയാണ്. അങ്ങ് മങ്കടയിലാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അന്ന് ഒരു പരാജയത്തോടെയായിരുന്നു. പക്ഷേ പിന്നെ തോറ്റെടുത്തത് തന്നെ ജയിച്ചിട്ടാണ് അദ്ദേഹം അങ്ങ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചത്. ഇപ്പോൾ വീണ്ടും മങ്കടയിലേക്ക് തന്നെ എത്തുമ്പോൾ എങ്ങനെ കാണുന്നു ഒരു രാഷ്ട്രീയ ഈ സഞ്ചാരത്തിൽ? ജനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യകാലം തൊട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എല്ലാ ആൾക്കാർക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഒന്നും നോക്കാതെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹം ജനങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, നമ്മുടെ നല്ല രീതിയിലാണ് ഇവിടെ വിജയിച്ചത്. അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് ഇപ്രാവശ്യം വിജയിക്കും. കാരണം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സഹായിക്കുന്നതിന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ചർച്ചകളിൽ മൊത്തം മന്ത്രിമാരെ പറ്റി, മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. ലീഗിലെ മന്ത്രിമാരെ പറ്റിയും ചർച്ച നടക്കുന്നുണ്ട്. അങ്ങയുടെ 5ാം മന്ത്രിസ്ഥാനം മുതലാണ് ഈ ചർച്ചകൾ പലതും UDF-ൽ വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു തുടങ്ങിയത്. അന്നത്തെ ഒരു 5ാം മന്ത്രി വിവാദം ശരിക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാനേ ശ്രമിക്കുന്നില്ല. അത് വളരെ സങ്കടകരമായിട്ടൊരു സ്ഥിതിയായിരുന്നു. 5ാം മന്ത്രി എന്ന് പറഞ്ഞ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയൊരു സംഗതിയാണല്ലോ. 5 മന്ത്രിമാർ ഇപ്പോൾ അന്ന് ലീഗിന് അർഹതപ്പെട്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് കൊടുക്കാൻ പറ്റിയില്ല തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായിട്ടൊരു സ്ഥിതിയായിരുന്നു. അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ. പാർട്ടി പറയുമ്പോൾ ഞാനത് ഏറ്റെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിൽ അങ്ങയുടെ പേരൊക്കെയാണ് സജീവമായിട്ട് ചർച്ചകൾ കാണുന്നത്. എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കുന്നൊരു കാര്യമില്ല. തങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള നേതാക്കന്മാരെല്ലാവരും കൂടിയിരുന്നത്
ഈ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള, നാടിന് ഗുണകരമായിട്ടുള്ള, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്യാൻ കഴിയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അവർ ഒരു സംശയമില്ല മന്ത്രിമാരൊക്കെ തീരുമാനിക്കും. ഇതിൽ പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണോ അതോ പരിചയസമ്പന്നതയാണോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അങ്ങ് കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും എല്ലാം ഉണ്ട്, എല്ലാം മിക്സ്ഡ് അപ്പാണല്ലോ. പരിചയം പിന്നെ നിർബന്ധമായിട്ടും വേണ്ടി വരും. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഓരോരോ ആൾക്കാരുടെ കപ്പാസിറ്റി, അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മന്ത്രിയാകാനുള്ള ഒരു പിന്നീട്. അപ്പോൾ അത് നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ആരവർ സെലക്ട് ചെയ്താണെങ്കിലും എല്ലാവരും നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത്. എന്നാൽ UDF മന്ത്രിസഭ വരുന്ന കാര്യത്തിൽ ശുഭപ്രതീക്ഷ തന്നെയാണ്. അല്ല, അത് സംശയമില്ല. UDF തന്നെ ആയിരിക്കും ഞങ്ങൾ വരിക എന്നുള്ളത്. ഞങ്ങൾ എത്ര നമ്മൾ മൈനസായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലും UDF ഭരണം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. വ്യക്തിപരമായിട്ട് ആരാണ് മുഖ്യമന്ത്രിയുടെ ഒരു ആഗ്രഹം? അല്ല, അത് കോൺഗ്രസിലെ ഒരാൾ. പല പേരുകളും ചർച്ച ഉണ്ട്. ആരായാലും എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളാണ്. അപ്പം പിന്നെ ആരാണെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസിലുള്ള ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കും അറിയാം. എന്നാണെങ്കിലും ഇനി വളരെ കുറച്ച് ദിവസം വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ആ, ഒരു സംശയമില്ല. അതാണ് എനിക്ക് കിട്ടുന്ന കണക്കുകളും. ഭൂരിപക്ഷമായിരിക്കും മങ്കടയിലെ മേ ബി, മനസ്സിലായില്ല. സത്യം, കാരണം ജനങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലീഗിൽ നിന്ന് ഒരാൾ പോയി അവിടെ എതിരായിട്ട് മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ വളരെ ഡബിൾ സ്ട്രോങ് ആയിട്ട് ഉയർന്ന് എഴുന്നേക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഞാനിവിടെ തന്നെ കുറേ കാലമുണ്ട്. എൻ്റെ ഒരു പരിചയം, എൻ്റെ സുഹൃത്തുക്കളും, അതുപോലെ തന്നെ ഇതേപോലുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വമ്പിച്ച ഭൂരിപക്ഷം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 93 ഏതെങ്കിലും ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കണ്ട് പിന്തിരിപ്പിക്കാൻ അത്തരം ആലോചന നടത്തി? ഇല്ല, അത് ഞാൻ നടത്തിയിട്ടില്ല. അത് ശരിയല്ലല്ലോ. ഒരാൾ വ്യക്തിപരമായിട്ട് തീരുമാനം, ഡിസിഷൻ ചെയ്യുന്നതല്ല. ഞാൻ പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ അതില്ലാതെയാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് പരമാർത്ഥം. എന്നാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കാത്തിരിപ്പ്. UDF മന്ത്രിസഭ വരും എന്ന് തന്നെയാണ് ഇനി അറിയാനുള്ളത്. എത്ര ഭൂരിപക്ഷം ലഭിക്കും, അതിനുശേഷം UDF മന്ത്രിസഭ വന്നാൽ അദ്ദേഹം ആ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ്. എന്താണെങ്കിലും അതിനായുള്ള കാത്തിരിപ്പിലാണ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.